അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലേറിയ ശേഷം ഒരേ ഒരു രാജ്യവുമായാണ് ആദ്യമായി അവർ ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയത്. ആ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ അദ്ദേഹം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വിദേശകാര്യ മന്ത്രിയുമായി ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് ചർച്ച നടത്തി. ഇന്ത്യക്കാണ് ആദ്യത്തെ സ്ലോട്ട് അമേരിക്ക അനുവദിച്ചത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. ലോകരാജ്യങ്ങൾ കൂടിയാണ് ഇതിനെ നോക്കിക്കണ്ടത്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വലിയ രീതിയിലുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് യൂറോപ്യൻ മാധ്യമങ്ങളെല്ലാം ഇതിനെ വിലയിരുത്തുന്നത്. ഇതിൽ പ്രധാനമായി എന്താണ് ചർച്ചയായത് എന്നുള്ള ചോദ്യങ്ങളാണ് പല ആൾക്കാരും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചകൾക്കെല്ലാം ശേഷം, അതായത് ഉഭയകക്ഷി ബന്ധങ്ങളുടെ ചർച്ചകൾക്കെല്ലാം ശേഷം നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തി. അതിൽ 20ഓളം മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. ഈ 20 മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്കാണ് എസ് ജയശങ്കർ മറുപടി പറഞ്ഞത്. ഇതിൽ പ്രധാനമായും എസ് ജയശങ്കർ പറഞ്ഞത് ബംഗ്ലാദേശ് വിഷയത്തെ കുറിച്ചായിരുന്നു. ജയശങ്കർ അദ്ദേഹം ആ ബ്രീഫ് ഡിസ്കഷനെ കുറിച്ച് പറഞ്ഞത്, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ കൂടെയും NSA മൈക്കിൾ വാൾസിന്റെ കൂടെയുമാണ് ബംഗ്ലാദേശിന്റെ സിറ്റുവേഷൻ ഞങ്ങൾ വിലയിരുത്തിയത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ഒരു സ്ഥിതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് എന്നാണ് ജയശങ്കർ പ്രധാനമായിട്ടും പറഞ്ഞത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സ്ഥിതിയെക്കുറിച്ച് റൂബിയോയും വാൾസുമായി ഞങ്ങൾ ചർച്ച നടത്തി. പുതിയതായി നിയമിതനായ US സ്റ്റേറ്റ് സെക്രട്ടറിയാണ് മാർക്ക് റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് മൈക്ക് വാൾസ് എന്നിവരുമായാണ് നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച നടത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അവസരത്തിൽ പല വിഷയങ്ങളും നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൽ വ്യക്തമായൊരു നയം ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് ജയശങ്കർ പറഞ്ഞത്. എന്നാൽ സാൻ ഫ്രാൻസിസ്കോയിലെ ഞങ്ങളുടെ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണം വളരെ ഗൗരവകരമാണെന്നും ആ കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണെന്നും ജയശങ്കർ പറയുന്നുണ്ട്. ഇത് ഞങ്ങൾ ഉത്തരവാദിത്തം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ചെയ്ത ആൾക്കാരെ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഞങ്ങൾ കാണും എന്ന ഒരു ഭീഷണി സ്വരവും ജയശങ്കർ അവിടെ ഉന്നയിക്കുകയുണ്ടായി. വളരെ പോസിറ്റീവ് നോട്ടിലാണ് അദ്ദേഹം ഈ ഭീഷണി സ്വരം ഉന്നയിച്ചത്. എന്തായിരുന്നാലും ആ സാൻ ഫ്രാൻസിസ്കോയിലെ നമ്മുടെ ആ കോൺസുലേറ്റിന് നേരെ ഉണ്ടായ ആക്രമണം ഇന്ത്യ വളരെ ഗൗരവമായി തന്നെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ചുള്ള ചർച്ച നടത്തിയത് തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിനെ വളരെ വലിയ രീതിയിൽ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായിരിക്കും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇവിടെ നടത്തിയത്, എന്താണ് ഇന്ത്യയുടെയും അമേരിക്കയുടെയും പ്ലാൻ ഹിന്ദുക്കളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മൈനോറിറ്റീസിന്റെ കാര്യത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള യൂനസിനെ കുഴക്കുന്ന ഒരു പ്രശ്നം എന്ന് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രധാനമായിട്ടും യൂനസും ട്രംപും തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല. 2016 ട്രംപ് ആദ്യം അധികാരത്തിലേറുമ്പോൾ യൂനസ് ആ സമയം നോബൽ സമ്മാന ജേതാവായിരുന്നു. അന്ന് യൂനസ് പറഞ്ഞത് അമേരിക്കയുടെ ഗ്രഹണം ആരംഭിച്ചു എന്നാണ് ട്രംപ് അധികാരത്തിലേറിയത് മുതൽ. പിന്നീട് യൂനസ് പോലും സ്വപ്നത്തിൽ വിചാരിക്കാതെ അദ്ദേഹം ബംഗ്ലാദേശിന്റെ ഭരണാധികാരിയായി എത്തുകയായിരുന്നു. വീണ്ടും ട്രംപ് എത്തി. ഇനി എങ്ങനെയായിരിക്കും യൂനസിനെ ട്രംപ് കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു ഭയം യൂനസിനുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ ഒരു വിഷയം കൂടെ ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നേരിടാൻ ഒരുങ്ങുന്നത് എന്നുള്ള ഒരു വലിയ ഒരു ഭയം കൂടെ യൂനസിനെ ബാധിച്ചിരിക്കുകയാണ്. വേറൊരു പ്രധാനപ്പെട്ട വിഷയം പാകിസ്ഥാനുമായിട്ടുള്ള വ്യാപാര ബന്ധമാണ്. പാകിസ്ഥാനുമായിട്ടുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കുമോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ജയശങ്കർ കുറിക്കൊള്ളുന്ന മറുപടിയാണ് നൽകിയത്. 2019 പാകിസ്ഥാൻ ഞങ്ങളുമായി വ്യാപാര ബന്ധം വിച്ഛേദിച്ചത്. അത് ഞങ്ങൾ പറഞ്ഞിട്ടല്ല പാകിസ്ഥാൻ വ്യാപാര ബന്ധം വിച്ഛേദിച്ചത്, അവരായിട്ട് വിച്ഛേദിച്ച് പോവുകയായിരുന്നു. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുണ്ട് എന്ന് കരുതിയായിരിക്കാം അവർ അത് ചെയ്തത്. പക്ഷേ ഇന്ത്യയുടെ ശക്തി എന്താണ് എന്ന് അവർ അറിഞ്ഞില്ല. ചൈനയ്ക്കും അമേരിക്കയ്ക്കും പോലും ഇന്ത്യയെ ഇപ്പോൾ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ഇന്ത്യ അത്ര വലിയ വിപണിയാണ്. പാകിസ്ഥാൻ അത് വിച്ഛേദിച്ചപ്പോൾ പിന്നീട് പാകിസ്ഥാനിൽ കൂട്ട നിലവിളി ഉയരുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ ദിവസം പോലും IMF-ൽ നിന്ന് പാകിസ്ഥാൻ $100 കോടി കടമെടുക്കുന്ന കാഴ്ച ആണ് കാണാനായിട്ട് സാധിച്ചത്. കാരണം പട്ടിണിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ 2019 വിച്ഛേദിച്ച ആ വ്യാപാര ബന്ധം പാകിസ്ഥാൻ തന്നെ പുനരാരംഭിച്ചാൽ അവർക്ക് നല്ലത് എന്നാണ്. അല്ലാതെ ഇന്ത്യ അത് പുനരാരംഭിക്കാൻ യാതൊരുവിധ മുൻകൈ എടുക്കില്ല എന്നും ജയശങ്കർ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.